20 കൊല്ലം മുമ്പ് കൗൺസിലർമാരായി വന്നവരുടെ ഇന്നത്തെ ജീവൻ നിലവാരം നോക്കിയാൽ, UDF നേതാക്കന്മാരുടെ ജീവൻ നിലവാരം നോക്കിയാൽ ഈ പണത്തിൻ്റെ എങ്ങോട്ട് പോയി എന്നുള്ളത് വ്യക്തമാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ ചെന്ന് ഇൻസ്പെക്ഷൻ ചെന്ന് കഴിഞ്ഞാൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത വിധമാണ് അവിടെ ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒരു 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 വളരെ ബോധപൂർവമായ നിലപാടാണ്. നിങ്ങൾ കോട്ടയം നഗരത്തിൽ 20 കൊല്ലം മുമ്പ് കൗൺസിലർമാരായി വന്നവരുടെ ഇന്നത്തെ ജീവൻ നിലവാരം നോക്കിയാൽ, UDF നേതാക്കന്മാരുടെ ജീവൻ നിലവാരം നോക്കിയാൽ ഈ പണത്തിൻ്റെ എങ്ങോട്ട് പോയി എന്നുള്ളത് വ്യക്തമാണ്. അവരുടെ ജീവൻ നിലവാരത്തിലെ മാറ്റം മാത്രം നോക്കിയാൽ മതി. നഗരസഭയിൽ മാറി മാറി ജയിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ നോക്കിയാൽ കണ്ടെത്താൻ കഴിയും. ഇതൊരു വ്യക്തിയിൽ നിൽക്കുന്നതല്ല. അപ്പോൾ ഇത് സംസ്ഥാന തലത്തിൽ നാനാതല പരിശോധന വേണ്ടി വരും. മാത്രമല്ല, ഇങ്ങനൊരു തട്ടിപ്പ് കേരളത്തിൽ വേറെ ഒന്നും നടക്കുന്നുണ്ടാവില്ല. ചെക്ക് വാങ്ങിച്ചു വെക്കുക, അവരുടെ ബാധ്യത നിമിത്തം കൊടുക്കുക, ഈ ഫയലുകൾ തമ്മിൽ ബന്ധമില്ല. അങ്ങനെ ഇപ്പോൾ എല്ലാം ഓൺലൈനിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഓൺലൈനിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി നഗരസഭയുടെ ഈ യോഗം കൂടിക്കഴിയുമ്പോൾ യോഗത്തിൻ്റെ മിനിറ്റ്സ് ഓൺലൈനിൽ അപ്പം തന്നെ പൂർത്തീകരിക്കും. പക്ഷെ കോട്ടയം നഗരസഭയിൽ മിനിറ്റ്സ് പൂർണ്ണമല്ല, ഇല്ലേ ജോസഫ്? മിനിറ്റ്സ് പൂർണ്ണമല്ല. ഇതിൽ നിന്ന് കാണുന്ന കാര്യം എന്താണ്? കുത്തഴിഞ്ഞ സംവിധാനമാക്കി നഗരസഭയെ മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി ചെയർപേഴ്സണാണ്. മാത്രമല്ല, അവിടെ ജോലിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ആരെങ്കിലും ഒരാൾ ഇതിനെ ചോദ്യം ചെയ്താൽ അവരെ പുറത്താക്കും. അവരെ കുമാരനെല്ലൂരോ നാട്ടകത്തോ കൊണ്ടുപോയി മാറ്റിയിരുത്തിയിട്ട് അതിന് തക്കവണ്ണമുള്ള സംവിധാനമാണ് അവരേർപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്ക് പറ്റുന്നൊരു സംഘത്തെ ഒരു 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 പ്രത്യേകമായ നിലയ്ക്ക് കോട്ടയം നഗരസഭയുടെ കീ പോസ്റ്റുകളിൽ വെച്ചുകൊണ്ടുള്ള കളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇതിൻ്റെ ഭരണ നേതൃത്വം ഉത്തരം പറയണം, MLA ഉത്തരം പറയണം, രാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസിൻ്റെയും BJPയുടെ നേതൃത്വം ഉത്തരം പറയണം.